നമസ്കാരം. തിരക്കൊഴിഞ്ഞ ആരെങ്കിലും ഇന്നുണ്ടോ? സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളിൽ കാണാം ബിസി അറ്റ് വർക്ക്, ബിസി അറ്റ് ഓഫീസ് എന്നിങ്ങനെ പലതിനോടും ബന്ധപ്പെടുത്തിയ വാചകങ്ങൾ. ഒന്ന് കുശലാന്വേഷണം നടത്താമെന്ന് വെച്ചാൽ അപ്പോഴും കേൾക്കാം തിരക്കാണടോ, തിരക്കിലായിരുന്നടോ എന്നൊക്കെ. എന്നാൽ തിരക്കുകളുടെ കാര്യകാരണങ്ങൾ അവിടെ നിൽക്കട്ടെ. തിരക്കിലേർപ്പെട്ട ശരീരത്തോടൊപ്പം തിങ്ങിയ മനസ്സും നമ്മൾ സമ്പാദിക്കുന്നുവെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? സമ്മർദ്ദമേറിയ മനസ്സ് മുന്നോട്ടു പോകുന്ന ഒരു എഞ്ചിനെ പിറകോട്ട് വലിക്കുന്ന മറ്റൊരു എഞ്ചിനായാണ് പ്രവർത്തിക്കുക. അതൊരു വ്യക്തിയെ മാത്രമല്ല, വ്യക്തിബന്ധങ്ങളെയും സ്വാധീനിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നോക്കൂ, ഒരു ഗ്ലാസ് വെള്ളം. ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ചാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു 5 മിനിറ്റ് പിടിച്ചാൽ വലിയ കുഴപ്പമില്ല, അല്ലേ? എന്നാൽ 1 മണിക്കൂർ പിടിച്ചാലോ? ഒരു ദിവസം മുഴുവൻ പിടിച്ചാൽ ഓർക്കാൻ കൂടെ വയ്യ. ആ കൈയിന് നീര് വന്ന് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ വരെ വേദനിപ്പിക്കുന്ന സ്ഥിതിയായിരിക്കും തീർച്ച. ഇതുപോലെ തന്നെയാണ് നാം ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും. എത്രത്തോളം അവയെ നാം മനസ്സാകുന്ന ഗ്ലാസിൽ നിറച്ച് കരമാകുന്ന ദേഹമിൽ തളച്ചിടുന്നോ അത്രയും നമ്മിലത് നെഗറ്റീവ് എനർജി നിറക്കുന്നു. അതിനാൽ തന്നെ പ്രശ്നങ്ങൾക്കല്ല, പോംവഴികൾക്കാണ് നാം എന്നും ഊന്നൽ നൽകേണ്ടത്. എത്രയും പെട്ടെന്ന് സമ്മർദ്ദങ്ങളിൽ നിന്നും മോചനം നേടി മുന്നേറാനുള്ളൊരു ആർജവും നേടാൻ നാം പഠിക്കണം. ജീവിതശൈലിയായത് മാറ്റണം. മുഖത്തിന്റെ പോക്കറ്റിൽ ഒരു പുഞ്ചിരി എപ്പോഴും കരുതിയിരിക്കണം. നിങ്ങളുടെ ഭംഗി കൂട്ടാൻ മാത്രമല്ല, കാണുന്നവനും ആശ്വാസം പകരാൻ നല്ലൊരു പുഞ്ചിരിക്കാകും. ബിസി എന്ന സ്റ്റാറ്റസുകളിൽ കുറിച്ച് സമ്മർദ്ദങ്ങളുമായി തന്നിലേക്കൊതുങ്ങാതെ അടുത്ത വ്യക്തികളുമായി പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുകയോ ആവശ്യമെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയുമാവാം. ഒരു കാര്യം ഓർക്കുക, ടെൻഷൻ എന്ന വേതാളത്തെ ചുമലിലേറ്റ് നടന്നാൽ ഏതു വലിയ വിക്രമാദിത്യനായാലും വിജയിക്കാനാവില്ല. സമ്മർദ്ദങ്ങൾക്ക് ഗുഡ് ബൈ പറയൂ, ധൈര്യമായി മുന്നേറൂ. നന്ദി.